BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. മുഹറക്കിൽ നിന്നും ബുസൈത്തിനിലേക്ക് പോകുന്ന അൽഗൌസ് ഹൈവേയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പൊതുമരാമത്ത് മന്ത്രാലയം അറിയിച്ചു. 2 ലൈനുകളുള്ള റോഡിൽ 1 ലൈൻ അടച്ചിട്ടായിരിക്കും അറ്റകുറ്റപ്പണികൾ നടത്തുക. ഇന്നലെ മുതൽ ഒരാഴ്ചക്കാലത്തേക്കാണ് നിയന്ത്രണം ഉണ്ടാവുക. കുട്ടികളെ വീട്ടിൽ ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിലെ പ്രതിക്ക് 13 വർഷം തടവിന് റിവിഷൻ കോടതി വിധി. കുട്ടികളുടെ മാതാവും അവരുടെ ഭർത്താവും ചേർന്ന് കുട്ടികളെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ലഹരി വസ്തു ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയുമാണ് ചെയ്തത്. കുട്ടികളുടെ മാതാവിന് നേരത്തെ കോടതി 10 വർഷം തടവ് വിധിച്ചിരുന്നു. എന്നാൽ 13 വർഷം തടവ് വിധിച്ച രണ്ടാം പിതാവ് ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നതിന് റിട്ട് ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു. എന്നാൽ ഇയാളുടെ ഹർജി റിവിഷൻ കോടതി തള്ളുകയും നേരത്തെയുള്ള ശിക്ഷ ശരിവെക്കുകയുമായിരുന്നു. റഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഹമദ് രാജാവ് മോസ്കോയിലെത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം റഷ്യ സന്ദർശിക്കുന്നത്. ബഹ്റൈൻ ആതിഥേയത്വം വഹിച്ച 33ാമത് അറബ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ക്ഷണം സ്വീകരിച്ച് ഹമദ് രാജാവ് ചൈനയും സന്ദർശിക്കുന്നുണ്ട്. ചൈന അറബ് സ്റ്റേറ്റിന്റെ കോർപ്പറേഷൻ ഫോറത്തിന്റെ ഉദ്ഘാടന സെഷനിൽ അദ്ദേഹം പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം, പ്രാദേശിക അന്തർദേശീയ സംഭവവികാസങ്ങൾ, ബഹ്റൈൻ ഉച്ചകോടിയുടെ ഫലങ്ങൾ എന്നിവ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യും. ഓൺലൈനിലൂടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പ്രതികളെ റിമാൻഡ് ചെയ്യാൻ മുഹറഖ് ഗവർണറേറ്റ് പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിൽപ്പന നടത്തുന്നതിന് ഓൺലൈനിലൂടെ പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ്. പണം ഓൺലൈനായി അടച്ച പലർക്കും പരസ്യത്തിൽ കാണിച്ച ഉപകരണങ്ങളല്ല ലഭിച്ചതെന്ന പരാതി പ്രകാരമാണ് മുഹറഖ് പോലീസ് കേസെടുത്തത്. തുറക്കാൻ സമയമെടുക്കുന്ന പെട്ടികളിലാണ് ഇവർ സാധനങ്ങൾ ഡെലിവറി ചെയ്തത്. തുറന്നു നോക്കുമ്പോൾ ഒഴിഞ്ഞ പാക്കറ്റുകളോ വില കുറഞ്ഞ സാധനങ്ങളോ ആണ് പലർക്കും ലഭിച്ചത്. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും കുറ്റം ചെയ്തതായി സമ്മതിച്ചു. പ്രതികളെ റിമാൻഡ് ചെയ്യാനും കോടതിക്ക് കൈമാറാനും പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു. സമാന സംഭവത്തിൽ നേരത്തെയും ഏഷ്യൻ വംശജർ പിടിയിലായിരുന്നു. പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ സ്റ്റാർ വിഷൻ കമ്പനിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ബാവാലയം 2024 നൃത്ത സംഗീതോത്സവം ഇന്ന് നടക്കും. ഒരു ദിവസം മുഴുവൻ നീളുന്ന പരിപാടിയായാണ് ബഹ്റൈൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ ബാവലയം 2024 അരങ്ങേറുന്നത്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ അനുസ്മരണാർത്ഥം നടത്തുന്ന ചെമ്പൈ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യാനും വൈകുന്നേരത്തെ നിളോത്സവം പരിപാടിയിൽ ഫ്യൂഷൻ സംഗീതം അവതരിപ്പിക്കാനുമായി പാലക്കാട് ശ്രീറാം ബഹ്റൈനിലെത്തി. പ്രസിഡന്റ് അശോക് കുമാർ, ജനറൽ സെക്രട്ടറി സതീഷ് ഗോപാലകൃഷ്ണൻ, ചീഫ് കോർഡിനേറ്റർ ജ്യോതി മേനോൻ, മാധ്യമപ്രവർത്തകൻ സത്യൻ പേരാമ്പ്ര, പാക് മീഡിയ കൈകാര്യം ചെയ്യുന്ന സൽമാൻ ഫാരിസ്, ജഗദീഷ് കുമാർ, രാജീവ് വെള്ളിക്കോത്ത് എന്നിവർ അദ്ദേഹത്തെ എയർപോർട്ടിൽ സ്വീകരിച്ചു. സംഗീതവും നൃത്തവും സമഞ്ജസമായി സമ്മേളിക്കുന്ന ബാവലയം 2024 കലോത്സവത്തിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണെന്നും സംഘാടകർ അറിയിച്ചു. രാജ്യത്തിന്റെ ഹരിതവൽക്കരണ പരിപാടികൾ ബലം കണ്ടെന്ന് തെളിയിക്കുന്ന ചിത്രം നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി പുറത്തുവിട്ടു. മനാമയിലെ അൽ ഫറൂഖ് ജംഗ്ഷനിൽ മിഴിവാർന്ന ചിത്രങ്ങളാണ് പുറത്തുവിട്ടത്. 2019 ജംഗ്ഷന്റെ ചിത്രവും 2023 ചിത്രവുമാണ് നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി പങ്കുവച്ചത്. ഗ്രെയിൻ കവറേജിൽ 40% വർധനയാണ് ഇക്കാലത്തുണ്ടായതെന്നും ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നു. ഊഷ്മളമായിരുന്ന ജംഗ്ഷൻ ഹരിതാഭമായി മാറി. ജൈവ വൈവിധ്യത്തിനുള്ള അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്തിന്റെ ഹരിത പദ്ധതികളുടെ വിജയം സംബന്ധിച്ച വെളിപ്പെടുത്തൽ. ഫോർ എവർ ഗ്രീൻ പദ്ധതിയുടെ ഭാഗമായാണ് ഈ സൈറ്റ് ഓരോ വർഷത്തെയും താരതമ്യം നടത്തുന്നത്. ബഹ്റൈന്റെ ഹരിതാഭ വർദ്ധിപ്പിക്കാനും കൃഷിയോടും ജൈവവൈവിധ്യത്തോടുമുള്ള പ്രതിബദ്ധത ഉയർത്തിക്കാട്ടാനും ലക്ഷ്യമിട്ടാണ് ഫോർ എവർ ഗ്രീൻ പദ്ധതി പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ പാതയോരത്തെ മരങ്ങളുടെ എണ്ണം കഴിഞ്ഞ വർഷം കണക്കാക്കിയപ്പോൾ 1.8 ദശലക്ഷമായിരുന്നു. 2035 3.6 ദശലക്ഷമായി ഉയരുകയാണ് ലക്ഷ്യം. വേപ്പ്, ചെമ്പരത്തി, ഫിക്കസ്, യൂക്കാലിപ്സ്, കാസിയ എന്നിവയുൾപ്പെടെയുള്ള തണൽ മരങ്ങളാണ് റോഡരികിലും ജംഗ്ഷനുകളിലും നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്.
ഈ മരങ്ങൾ രാജ്യത്തിൻ്റെ പരിസ്ഥിതിക്ക് അനുയോജ്യമാണ്. ഉയർന്ന ചൂടും വരൾച്ചയും അനുഭവപ്പെടുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ വളരുന്നവയാണിവ. വനവൽക്കരണ പരിപാടിക്ക് അവ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. വിവിധ ഗവൺമെന്റുകളിലും മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കി. സ്കൂളുകളിലും മറ്റ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പിന്തുണയോടെ പദ്ധതി നടപ്പാക്കിയിരുന്നു. കാർബൺ വികിരണം കുറച്ചുകൊണ്ടുവരാനും ഇത് സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ ആനകളുടെ കണക്കെടുപ്പ് തുടങ്ങി. വിവിധ ബ്ലോക്കുകളായി തിരിച്ചാണ് കണക്കെടുപ്പ്. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപവൽക്കരിച്ച അന്തർ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ ധാരണ പ്രകാരമാണ് ആന എണ്ണൽ. മെയ് 25 വരെയാണ് സർവേ. 3 വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ് ആനകളുടെ എണ്ണം കണക്കാക്കുന്നത്. നേരിട്ടുള്ള കണക്കെടുപ്പ് രീതിയായ ബ്ലോക്ക് കൗണ്ട് മെത്തേഡിലും പരോക്ഷ കണക്കെടുപ്പായ ഡങ്ക് കൗണ്ട് മെത്തേഡിലും വാട്ടർ ഹോൾ അല്ലെങ്കിൽ ഓപ്പൺ ഏരിയ കൗണ്ട് മെത്തേഡിലുമാണ് കാട്ടാനകളുടെ എണ്ണം പരിശോധിക്കുക. ശേഖരിക്കുന്ന വിവരങ്ങൾ വിദഗ്ധ പരിശോധന നടത്തി ജൂൺ 23-ന് കരട് റിപ്പോർട്ട് തയ്യാറാക്കും. തുടർന്ന് അന്തിമ റിപ്പോർട്ട് ജൂലൈ 9-ന് സമർപ്പിക്കും. കാലിക്കറ്റ് സർവകലാശാല നടത്തിയ ബികോം പരീക്ഷയുടെ 200 ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഇത്തരം വീഴ്ചകൾ ഭാവിയിൽ സംഭവിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ അധ്യയന വർഷത്തിൽ നഷ്ടം സംഭവിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും രജിസ്ട്രാർ കമ്മീഷന് ഉറപ്പു നൽകി. ബികോം BA കോഴ്സുകളിൽ 2020 നവംബറിൽ നടത്തിയ 1ാം സെമസ്റ്റർ പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളാണ് കാണാതായത്. മോണിറ്ററിംഗ് സെഷനിൽ നിന്നാണ് ഉത്തരക്കടലാസുകൾ നഷ്ടമായത്. ആവർത്തിച്ച് പരിശോധനകൾ നടത്തിയെങ്കിലും ഉത്തരക്കടലാസുകൾ കണ്ടെത്താനായില്ലെന്നും രജിസ്ട്രാർ പറഞ്ഞു. അവസാന 5 ദിനങ്ങളിൽ പെയ്ത അതിതീവ്ര മഴ വേനൽ മഴയുടെ ഇതുവരെയുണ്ടായ കുറവ് നികത്തിയെന്ന് കണക്കുകൾ. ഏപ്രിൽ അവസാനിക്കുമ്പോൾ 62% മഴക്കുറവ്. എന്നാൽ മെയ് 23 എത്തുമ്പോഴേക്കും 18% അധിക മഴയാണ് കേരളത്തിന് ലഭിച്ചത്. അതായത് 277.5 മില്ലിമീറ്റർ മഴ പ്രതീക്ഷിച്ചെടുത്ത് സീസൺ അവസാനിക്കാൻ ഒരാഴ്ച ബാക്കി നിൽക്കെ ലഭിച്ചത് 327.3 മില്ലിമീറ്റർ. ഇതിൽ 90% മെയ് 15-ന് ശേഷം പെയ്തിറങ്ങിയതാണ്. നിലവിൽ ഇടുക്കി, കൊല്ലം ജില്ലകളിലാണ് മഴ കുറവ്. ഇടുക്കിയിൽ 28%, കൊല്ലത്ത് 8%മാണ് കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ പ്രതീക്ഷിച്ചതിലും 50%-ഓളം അധിക മഴ ലഭിച്ചു. ഉഷ്ണതരംഗത്തിൽ ചുട്ടുപൊളിയ പാലക്കാടാണ് തൊട്ടുപിന്നിൽ. 48% അധിക മഴ ഒരാഴ്ചയ്ക്കുള്ളിൽ പാലക്കാട് ലഭിച്ചു. ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞ ദിവസം രൂപമെടുത്ത ന്യൂനമർദ്ദം മെയ് 25-ഓടെ ചുഴലിക്കാറ്റായി മാറിയേക്കാമെന്ന കാലാവസ്ഥാ പ്രവചനം. ചുഴലിക്കാറ്റ് രൂപപ്പെട്ടാൽ റിമാൽ എന്ന പേരാകും നൽകുക. ചുഴലിക്കാറ്റുകളുടെ പട്ടികയിലേക്ക് ഒമാൻ നൽകിയിരിക്കുന്ന പേരാണ് റിമാൽ. ഈ സീസണിലെ ആദ്യ ചുഴലിക്കാറ്റാകും ഇത്. അതേസമയം വ്യാഴാഴ്ച അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ തീവ്രത കാലാവസ്ഥാ കേന്ദ്രം നിരീക്ഷിച്ചു വരികയാണ്. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലുമുള്ള ന്യൂനമർദ്ദങ്ങളെ തുടർന്ന് കടലിൽ ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയുമാണ്. അതിനാൽ കേരള തീരത്ത് നിന്നുള്ള മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.